മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ യുവാവിനെ കടുവ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ വനം വകുപ്പ് കാര്യാലയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. വണ്ടൂരിലെ കാളികാവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് പ്രതിഷേധമുണ്ടായത്. റേഞ്ച് ഓഫീസറോട് വിഷയം സംസാരിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടാവുകയായിരുന്നു. ഇന്നുച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് സംഭവം. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ്. കാട്ടുപന്നികളുടെയും ആനകളുടെയും സ്വൈര്യവിഹാരത്തിന് പുറമെയാണ് പുലികളും കടുവയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇതിനിടയിലാണ് കാളികാവ് വടക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിംഗിനെത്തിയ യുവാവിനെ കടുവ ആക്രമിച്ചു കൊണ്ടുപോയി കടിച്ചു കൊന്നത്. സംഭവസ്ഥലത്ത് നാട്ടുകാരും വനപാലകരും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വണ്ടൂരിലുള്ള കാളികാവ് റേഞ്ച് വനം കാര്യാലയത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കളെത്തിയത്. റേഞ്ച് ഓഫീസറെ നേരിൽ കണ്ട് വന്യമൃഗ ആക്രമണത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുവാനും പ്രതിഷേധം അറിയിക്കുവാനുമാണ് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം നേതാക്കളെത്തിയത്. എന്നാൽ ഇവരെ വനം കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു. എടവണ്ണ പോലീസ് ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ, എടവണ്ണ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘമാണ് വനം കാര്യാലയത്തിന് മുൻപിൽ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടാത്തതോടെ ഏകദേശം അരമണിക്കൂറോളം സമയം പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് വനം റേഞ്ച് ഓഫീസർ P. രാജീവ് സ്ഥലത്തെത്തിയതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടാൻ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതോടെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഓഫീസിലെത്തി റേഞ്ച് ഓഫീസറുമായി ചർച്ച നടത്തി. അല്ലാതെ ഞങ്ങളൊരു അക്രമത്തിനോ അതല്ലെങ്കിൽ വേറെ ഒരു ദുരുദ്ദേശപരമായിട്ട് വന്നതല്ല. അങ്ങനെ നിങ്ങൾ മാർച്ചായിട്ടോ അല്ലെങ്കിൽ പാർട്ടിന്റെ ഔദ്യോഗികമായി പരിപാടിയായിട്ടോ വന്നത്. ഞങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങളെ കണ്ടിട്ട് കൊടുത്ത ഈ പന്നി ശല്യം, ഈ കാട്ടുമൃഗങ്ങളെ ഈ ശല്യങ്ങൾ നിരന്തരമായിട്ടുള്ള ശല്യങ്ങളാണ്. നമ്മളെ ഒരു INTSന്റെ മണ്ഡലം പ്രസിഡന്റ് ഇപ്പം അടുത്താണ് മരണപ്പെട്ടത് പന്നി ശല്യത്തിന്റെ ഭാഗം. ഇപ്പം എൻ്റെ പഞ്ചായത്തിൽ പുലി ഇറങ്ങിയ സമയത്ത് ജസ്റ്റ് 1-2 വട്ടം വരിക, കൃത്യമായി കാളികാവിലൊക്കെ ഇത് നടക്കുന്നത്. അപ്പൊ ഇതിലൊന്നും ഇത് കുറച്ച് കാലമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു നടപടി അന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അപ്പണം. ഇതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ഇതാണ് എനിക്ക് പറയുന്നത്. ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഒരു അനിഷ്ട സംഭവം ഇനി നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാവരുത് എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ റേഞ്ച് ഓഫീസിൽ എത്തി റേഞ്ച് ഓഫീസറെ കണ്ടു. അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇതിന് ശാശ്വതമായിട്ട് നാളെ തന്നെ ഇതിന് കുങ്കിയാനകളടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് മയക്കുവെടി വെക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നാളെ തന്നെ ഇന്ന് കുങ്കിയാനകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ഇന്ന് വയനാട്ടിൽ നിന്നെത്തും. നാളെ മുതൽ അത് കൂട് വെക്കുന്നത് ഉൾപ്പെടെ അത് കുങ്കിയാനകൾ ഉപയോഗിച്ചിട്ട് ഇതിന് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പന്നിശല്യം. ആ പന്നിശല്യത്തിന് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അതിനെ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ സംസ്കരിക്കാനുമുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും അതിനെ പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഷൂട്ടർമാരെ നിയോഗിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ പന്നികളെ വെടിവെച്ച് അതിനെ സംസ്കരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സാമ്പത്തിക സഹായം വരെ ഉൾപ്പെടുത്തിയിട്ടാണ് അതിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പിയും കൂടെ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി നാളെ 5 ലക്ഷം രൂപ നൽകുമെന്ന് റേഞ്ച് ഓഫീസർ P. രാജീവ് പറഞ്ഞു. തുടർന്ന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന പക്ഷം 5 ലക്ഷം രൂപ കൂടി അനുവദിക്കും. ഇതിനു പുറമെ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാൻ കഴിയുമോ എന്ന കാര്യവും സംസാരിക്കും. കുടുംബത്തിലെ ഒരംഗത്തിന് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യ വന്യമൃഗ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മലയോര മേഖലയിലെ ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.